ലോകകപ്പിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ജയിച്ചതോടെ സെമി ലൈനപ്പ് പൂർത്തിയായി. ഒന്നാം സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടുമ്പോൾ രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് അർജന്റീനയെ നേരിടും. 4 ടീമുകളും മുൻ ചാമ്പ്യന്മാരാകുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ സെമി പോരാട്ടത്തിനുണ്ട്. മനീഷ് മാത്യു ചേരുകയാണ്. മനീഷ്, ഇനി ചെറിയ കളികളില്ല, മേൽക്കൈ പറയാൻ ആരുമില്ല, എല്ലാം ചാമ്പ്യന്മാരാണ്. വിജിഷ, തീർച്ചയായും 48 ടീമുകൾ അടങ്ങിയ ഒരു പോരാട്ടമായിരുന്നു. അത് ഒടുവിൽ 4 ടീമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇതിഹാസങ്ങളായിട്ടുള്ള താരങ്ങളൊക്കെ തന്നെ പടിയിറങ്ങിയിരിക്കുന്നു. ഇനി അവസാനിക്കുന്ന 4 ടീമുകളിൽ 4 ടീമുകളും ഒരിക്കലെങ്കിലും ലോകകപ്പ് ഉയർത്തിയിട്ടുള്ളവരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ 2 തവണ മാത്രമാണ് ഇത്തരത്തിൽ സെമിയിലെത്തുന്ന 4 ടീമുകളും ലോക കിരീടം ചൂടിയവരായിരുന്നത്. അങ്ങനെ വീണ്ടും അത്തരമൊരു മുഹൂർത്തം കൂടി വന്നിരിക്കുകയാണ്. അതായത് മത്സരിക്കുന്ന 4 ടീമുകളും സ്പെയിൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ അർജന്റീന, ഇംഗ്ലണ്ട് എന്നിവർ ഒരിക്കലെങ്കിലും ലോക കിരീടത്തിൽ മുത്തമിട്ടവരാണ്. ആ 4 പേർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇനി അങ്ങനെ വലിപ്പച്ചെറുപ്പം പറയേണ്ട യാതൊരു സാഹചര്യവുമില്ല. കുഞ്ഞൻ ടീമുകളെന്നോ അല്ലെങ്കിൽ വലിയ ടീമുകളെന്നൊരു വലിപ്പ വ്യത്യാസമില്ലാതെ ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച 4 ടീമുകളാണ് ഇനി എന്തായാലും ഏറ്റുമുട്ടാൻ പോകുന്നത്. 15-ാം തീയതി രാത്രി 12:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഏറ്റവും ശക്തമായ 2 ടീമുകളാണ് ഫ്രാൻസും അതുപോലെ തന്നെ സ്പെയിനും. കഴിഞ്ഞ വർഷം അർജന്റീനയോട് തോറ്റാണ് ഫ്രാൻസിന് കിരീടം നഷ്ടമാകുന്നതെങ്കിൽ ഇക്കുറി രണ്ടും കൽപ്പിച്ചെത്തുന്ന ഫ്രാൻസാണ് എന്തായാലും സ്പെയിനെ നേരിടാൻ എത്തുക. അതുപോലെ തന്നെ ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തെത്തിയ അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഏറ്റവും ശക്തനായ ടീമിനെ അർജന്റീന നേരിടുന്ന ഒരുപക്ഷെ ഈ പറയുന്ന സെമി ഫൈനലിലായിരിക്കും. അത് ഇംഗ്ലണ്ടിനെയാണ്. എന്തായാലും ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിലാണ് എല്ലാ ടീമുകളും അവരുടെ അവസാന ബർത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 4 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആവേശമാണ് ലോകകപ്പിനുണ്ടാവുക. ഒരുപക്ഷെ ഫൈനലിനോളം വരുന്ന ആവേശം വരുന്ന സെമി ഫൈനലുകളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഏറ്റവും ശക്തരായ ടീം പലപ്പോഴും പല ടൂർണമെൻറ്റുകളിലൊക്കെ നമ്മൾ ഏറ്റവും ശക്തരായ ടീമുകളെ ഫൈനലിലാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ ഇക്കുറി ലോകകപ്പിൽ ഏറ്റവും ശക്തരായ ടീമുകൾ സെമി ഫൈനലിൽ തന്നെ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും അർജന്റീന ആയാലും ഇംഗ്ലണ്ട് ആയാലും ഇക്കുറി ഏറ്റവും കൂടുതൽ നമ്മൾ അർജന്റീനയുടെ മത്സരത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ വലിയ ആവേശത്തോടെ ഇത്രമാത്രം പിരിമുറുക്കത്തോടെ അർജന്റീനയുടെ മത്സരം തുടർച്ചയായ മത്സരങ്ങളിൽ കാണുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഈജിപ്തിനെതിരെയും സമാനമായ അവസ്ഥയിലാണ് അവസാന ഘട്ടത്തിൽ അർജന്റീന ജയിച്ചു കയറിയത്. ഇത്തവണയും ചില വിവാദമായി മാറുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഒരു ഫൗൾ ഉണ്ടായി. അത് അപ്രതീക്ഷിതമായിരുന്നു അത്തരത്തിലുള്ള ഒരു റെഡ് കാർഡ് ഉണ്ടാകുന്നത്. അതാണ് സ്വിറ്റ്സർലൻഡിലെ ശരിക്കും പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ഒരു തിരിച്ചടിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. തീർച്ചയായും ഒരുപക്ഷെ ഈ മത്സരം കുറെ കൂടി ആവേശമായി 2 ടീമുകളും ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി മാറേണ്ടിയിരുന്ന ഒരു മത്സരമായിരുന്നു. കാരണം 67-ാമത്തെ മിനിറ്റിൽ അത്തരമൊരു ഗോൾ വരുമ്പോൾ അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായാണ് 72-ാം മിനിറ്റിലെ കാർഡ് വരുന്നത്. പുതിയ ഫിഫ നിയമങ്ങളുടെ ഭാഗമായി കൂടിയാണ് അത്തരമൊരു കാർഡ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ആദ്യ പകുതിയിൽ തന്നെ ഈ താരത്തിന് എബോളയ്ക്ക് ഒരു റെഡ് കാർഡ് നേരത്തെ എബോളയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഫൗൾ അഭിനയിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഫൗൾ ചെയ്തതായിട്ട് അഭിനയിക്കുന്നത്. ആ ഒരു ഫൗളിന് റഫറി അർജന്റീന താരത്തിന് നേരത്തെ യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ വാർ പരിശോധനയിൽ അത്തരത്തിൽ നോക്കുമ്പോൾ അതൊരു അഭിനയമാണെന്ന് കാണുകയും തുടർന്ന് ആ കാർഡ് ചേഞ്ച് ആകുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അങ്ങനെ ചില സാഹചര്യങ്ങളിലൊക്കെ യെല്ലോ കാർഡ് ലഭിക്കുന്ന ഒരു താരത്തിന് ഇത്തരം അഭിനയങ്ങൾക്കൊക്കെ കാർഡ് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ അർജന്റീന താരത്തിന് യെല്ലോ കാർഡ് കൊടുത്തു പോയതുകൊണ്ട് ആ ഒരു കാർഡ് ചേഞ്ച് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡ് 10 വരെ ചുരുങ്ങുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് ഒരു ഫുൾ ഓൺ പ്രതിരോധത്തിലേക്ക് സ്വിറ്റ്സർലൻഡ് പോകുന്നത്. അതുവരെ അവർ അത്ര പൂർണ്ണമായും ഒരു പ്രതിരോധത്തിലല്ല കളിച്ചിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത് ഒരു അധിക സമയത്തിലേക്ക് നീട്ടിയെടുക്കാൻ സ്വിറ്റ്സർലൻഡിന് കഴിയുന്നു. പക്ഷേ അധിക സമയത്ത് നീട്ടിയെടുക്കുമ്പോൾ ഈ കോട്ട കെട്ടി കാത്ത പ്രതിരോധം ജൂലിയൻ അൽവാരസിന്റെ ആ മനോഹരമായ ഗോളിലൂടെയാണ് എന്തായാലും അർജന്റീന പൊളിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അതൊരു ഫിഫ നിയമം കൂടിയാണ്. പുതിയ ഒരു ഫിഫ നിയമത്തിന്റെ ആദ്യത്തെ ഇരയായി എംബോളോ മാറുകയും ചെയ്തു. എന്തായാലും സ്വിറ്റ്സർലൻഡിന് അവർക്ക് അധിക സമയത്തേക്ക് മത്സരം നീട്ടാൻ സാധിച്ചുവെങ്കിൽ കൂടി ആ പരാജയം ഒഴിവാക്കാൻ സാധിച്ചില്ല. നമ്മൾ